ഗാസ ഇന്ന് ഇസ്രായേൽ സൈന്യത്തിൻ്റെ കൈപ്പിടിയിൽ തന്നെയാണ്. ഗാസ ചുട്ടെരിഞ്ഞു എന്ന് തന്നെ പറയാം. നിരവധി ആളുകൾ, പതിനായിരക്കണക്കിന് ആളുകളാണ് ഗാസ വിട്ടൊഴിയുന്നത്. എന്നിരുന്നാലും മരണത്തിൻ്റെ തോത് ഒട്ടും കുറവല്ല. പലതും പുറത്തു വരുന്നില്ല. പല സൈറ്റുകളും നമ്മൾ തിരയുമ്പോൾ ഒന്നും തന്നെ പുറം ലോകം അറിയുന്നില്ല. എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയുന്നില്ല. പക്ഷേ എന്നിരുന്നാലും യുദ്ധാനന്തര ഗാസ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. ഒരുപക്ഷെ ഇസ്രായേലിലെ ഒരു വിഭാഗം ജനം പോലും ഈ യുദ്ധമൊന്ന് അവസാനിപ്പിക്കാൻ കാത്തിരിക്കുകയാണ്. ഒരുപക്ഷെ നീറുന്ന കുഞ്ഞുങ്ങളുടെ വേദന കണ്ടിട്ടായിരിക്കാം, പട്ടിണി കണ്ടിട്ടായിരിക്കാം. ഏതായാലും യുദ്ധം അതിൻ്റെ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. 2 വർഷത്തിലേറെയായി നടക്കുന്ന ഈ ഒരു യുദ്ധം ഒന്ന് അവസാനിപ്പിക്കണേ എന്ന് ഓരോ ദിനരാത്രവും പ്രാർത്ഥിക്കുന്നവർ ഏറെ കൂടി വരികയാണ്. ഇന്ന് തീരും നാളെ തീരും എന്ന ഈ ഒരു യുദ്ധം ഒരുപക്ഷെ അതിൻ്റെ ഏറ്റവും വലിയ പീക്ക് സ്റ്റേജിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇതിനിടയിലാണ് യുദ്ധാനന്തര ഗാസ ആര് ഭരിക്കും എന്നുള്ളൊരു ചോദ്യം വരുന്നത്. അതിനുള്ള ഉത്തരവും ചില മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫലസ്തീൻ അതോറിറ്റിക്ക് കൈമാറുന്നതുവരെ ഭരണത്തിനായി ഒരു സമിതി സ്ഥാപിക്കണമെന്ന് ടോണി ബ്ലെയറിൻ്റെ നിർദ്ദേശം വന്നിരിക്കുന്നു. ആവശ്യത്തിന് പിന്തുണ തേടാൻ ബ്ലെയറിനെ ട്രംപ് അധികാരപ്പെടുത്തിയെന്നും റിപ്പോർട്ടുകൾ വരുന്നു. ഗാസ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ഹമാസിനെ മാറ്റിസ്ഥാപിക്കുന്നതിനുമായി മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറിൻ്റെ US പിന്തുണയുള്ള നിർദ്ദേശം ഇപ്പോൾ ചർച്ചയാവുകയാണ്. ഗാസ മുൻപ് ഫലസ്തീൻ അതോറിറ്റിക്ക് കൈമാറുന്നതുവരെ യുദ്ധാനന്തരം ഭരിക്കുന്നതിനായി ഒരു സമിതി സ്ഥാപിക്കാനാണ് ടോണി ബ്ലെയർ നിർദ്ദേശിച്ചത്. ഇതിനെ പിന്തുണയ്ക്കുന്നവരെ അണിനിർത്താൻ ടോണി ബ്ലെയറിനെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഇസ്രയേലും ഹമാസ് ഭീകരരും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ആദ്യ മാസങ്ങളിൽ തന്നെ ബ്ലെയർ ഈ നിർദ്ദേശം തയ്യാറാക്കാൻ തുടങ്ങിയിരുന്നു. എന്നാൽ സമീപ മാസങ്ങളിൽ യുദ്ധം ഫലപ്രദമായി അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു പദ്ധതിയായും ഈ നിർദ്ദേശം മാറുകയായിരുന്നു. യുദ്ധാനന്തര ഗാസ ആസൂത്രണത്തിൽ ബ്ലെയറിൻ്റെ പങ്കാളിത്തം നേരത്തെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഓഗസ്റ്റ് 27-ന് വൈറ്റ് ഹൗസിൽ നടന്ന ചർച്ചയിൽ അദ്ദേഹം പങ്കെടുത്തില്ലെങ്കിലും ബ്ലെയറിൻ്റെ നിർദ്ദേശത്തിൻ്റെ വിശദാംശങ്ങൾ ഇനിയും പുറത്തുവിട്ടിട്ടില്ല. ഈ നിർദ്ദേശങ്ങൾ ആധികാരികമായി അംഗീകരിക്കപ്പെട്ടതാണ്. ഗാസ ഇന്റർനാഷണൽ ട്രാൻസിഷണൽ അതോറിറ്റി സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നു. 7 മുതൽ 10 വരെ അംഗങ്ങളടങ്ങുന്ന ഒരു ബോർഡ് GITAക്ക് ഉണ്ടായിരിക്കും. അതിൽ കുറഞ്ഞത് ഒരു ഫലസ്തീൻ പ്രതിനിധി, ഒരു മുതിർന്ന UN ഉദ്യോഗസ്ഥൻ, എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ സാമ്പത്തിക പരിചയമുള്ള പ്രമുഖ അന്താരാഷ്ട്ര വ്യക്തികൾ, മുസ്ലിം അംഗങ്ങളുടെ ശക്തമായ പ്രാതിനിധ്യം എന്നിവ ഉൾപ്പെടുന്നു. നേരത്തെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ ഗാസയിൽ നിന്ന് പലസ്തീനികളെ ഒഴിപ്പിക്കുന്നതിനോ ഇവിടെ ഒരു ട്രംപ് റിവിയേര നിർമ്മിക്കുന്നതിനോ ലക്ഷ്യമിട്ടുള്ള ശ്രമങ്ങളുമായി ബന്ധപ്പെടുത്തിയിരുന്നു. എന്നാൽ മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ ഇപ്പോഴത്തെ ഈ കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നില്ല. കൂടാതെ ഗാസ നിവാസികൾക്കായി സ്വത്തവകാശ സംരക്ഷണ യൂണിറ്റ് സ്ഥാപിക്കുന്നതിനെക്കുറിച്ചും ബ്ലെയർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഗാസയിലെ ജനങ്ങളെ അവിടെ നിന്ന് പുറത്താക്കാൻ പദ്ധതിയില്ലെന്നും ഗാസക്കാർക്കുള്ളതാണെന്നും ബ്ലെയറിന്റെ ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നുമാണ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പലരും ചൂണ്ടിക്കാട്ടുന്നത്. സത്യത്തിൽ എനിക്കൊരു ബഹുമാനവുമില്ലെങ്കിലും ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഗാസ ഏറ്റെടുക്കാനും അവിടുത്തെ മുഴുവൻ ജനങ്ങളെ സ്ഥിരമായി മാറ്റിപ്പാർപ്പിക്കാനുമുള്ള പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ ആദ്യമായി നിയമസാധുത നൽകിയ ട്രംപ് അതിനുശേഷം ആശയത്തിൽ നിന്ന് അകന്നു നിൽക്കുകയും ഓഗസ്റ്റ് 27-ലെ വൈറ്റ് ഹൗസ് നയരൂപീകരണ സമ്മേളനത്തിൽ താൻ ബ്ലെയറിന്റെ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തുവെന്ന് US ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഓഗസ്റ്റ് 27-ന് നടന്ന യോഗം സംഘടിപ്പിച്ചത് US പ്രസിഡന്റിന്റെ മരുമകൻ തന്നെയാണ്. ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് മുതിർന്ന ഉപദേഷ്ടാവായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം 2ാം ഭരണകാലത്ത് മിഡിൽ ഈസ്റ്റ് വിഷയങ്ങളിലും ഇടപെടുന്നുണ്ട്. ഗാസയുടെ യുദ്ധാനന്തര മാനേജ്മെന്റിനുള്ള ഏക പദ്ധതി ബ്ലെയറിൻ്റേതല്ലെങ്കിലും അമേരിക്ക പിന്തുണയ്ക്കുന്ന ഏക നിർദ്ദേശം ഇത് മാത്രമാണ് എന്നതാണ് പ്രത്യേകത. എന്നാൽ ടോണി ബ്ലെയറിന്റെ ഓഫീസാകട്ടെ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണത്തിനും ഇനിയും തയ്യാറായിട്ടില്ല. ഏതായാലും യുദ്ധാനന്തര ഗാസ ആര് ഭരിക്കുമെന്നുള്ളത് അവിടെ നിൽക്കട്ടെ. നിലവിലുള്ള ഗാസയിലെ പാവപ്പെട്ട ജനങ്ങൾ ഇനി എന്ത് ചെയ്യും എന്നുള്ളത് ആലോചിക്കേണ്ടിയിരിക്കുന്നു.